നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളിൽ മിക്കവരും LDC മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻ്റെ ഒപ്പം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടും കൂടി ഇനി തുടങ്ങിക്കോളാം. ഓക്കെ, അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ സിലബസ് വൈസ് ടോപ്പിക് വൈസായിട്ട് പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. SCRTയും കൂടെ വെച്ച് പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ മോക്ക് ടെസ്റ്റ്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങിയിട്ട് മോക്ക് ടെസ്റ്റും കൂടി ചെയ്ത് തുടങ്ങിക്കോളാം. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ബാങ്ക് പറയാമോ, അവർക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ബാങ്ക് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിയ ഒരു ക്വസ്റ്റ്യൻ ബാങ്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ദ ബെസ്റ്റ് പബ്ലിക്കേഷൻസിൻ്റെ LDC മെയിൻസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ ബാങ്ക്. അപ്പോൾ ഈ ബുക്ക് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, PSCയുടെ പുതുക്കിയ സിലബസ് അനുസരിച്ച് LDC മെയിൻസ് എക്സാമിന് വേണ്ടി SCRT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള 30 മാതൃകാ ചോദ്യപേപ്പറുകളാണ് ഈ ബുക്കിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടൻസ് സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഈ ബുക്കിൽ 30 മാതൃകാ ചോദ്യപേപ്പർ മാത്രമല്ല, 1500 ആനുകാലിക ചോദ്യങ്ങളും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള, വെരി ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടെ 1500 ആനുകാലിക ചോദ്യങ്ങളും ഇതിനകത്ത് MCQ മോഡലിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ആദ്യം തന്നെ LDC മെയിൻസ് എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് കൊടുത്തിട്ടുള്ളത്. ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, അങ്ങനെ സിലബസ് വൈസായിട്ട് എത്ര മാർക്ക് വീതം ഡിസ്ട്രിബ്യൂഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളടക്കം 30 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, SCRT, PSC ബുള്ളറ്റിൻ, കറണ്ട് അഫെയേഴ്സ്, ന്യൂസ് പേപ്പറിൽ അടക്കമുള്ള കറണ്ട് അഫെയേഴ്സ് എടുത്താണ് അവർ ഈ 30 ചോദ്യപേപ്പറുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഞാനിത് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം എന്ന് പറയുന്നത്, പ്യുവർലി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു ചോദ്യവും പുറത്തോട്ട് പോയിട്ടില്ല. എല്ലാ ചോദ്യങ്ങളും അരിച്ചു പറക്കി ഇവർ ഓരോ ചോദ്യപേപ്പറുകളിലായിട്ട് ഇട്ടിട്ടുണ്ട്. കൂടാതെ കറണ്ട് അഫെയേഴ്സ് ഇന്ത്യ, കറണ്ട് അഫെയേഴ്സ് കേരള, കറണ്ട് അഫെയേഴ്സ് വേൾഡ്, ഈ 3 സെഷനിൽ നിന്നും 1500 ആനുകാലിക ചോദ്യങ്ങൾ MCQ മോഡലിലും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നത്? അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഇവർ ആദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ടൈം വെച്ചിട്ട് 75 മിനിറ്റ്സ് നിങ്ങളുടെ ഫോണിൽ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എക്സാമിൻ്റെ രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കുക. 75 മിനിറ്റ്സ് കറക്റ്റായിട്ടൊരു ടൈം ബൗണ്ട് വെച്ചിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോഴും അവർ ഉത്തര സൂചിക തന്നിട്ടുണ്ട്. ഉത്തര സൂചികയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മാത്സിൻ്റെ എക്സ്പ്ലനേഷൻ അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്സ് എന്ന് പറയുമ്പം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 5 മാർക്ക്, റീസണിങ് 5 മാർക്ക്, അങ്ങനെ 10 ചോദ്യങ്ങളാണ് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ അടക്കമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ആ ഉത്തര സൂചികയുടെ താഴെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കൊടുത്തിട്ടുണ്ട്. ഞാൻ സൈഡിൽ കൊടുക്കാൻ നോക്കിക്കോണം. ടോട്ടൽ റോങ്, ടോട്ടൽ മാർക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് സ്വയം അനലൈസ് ചെയ്യാൻ പറ്റും. ആ ടൈം ബൗണ്ടിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ, എത്ര ചോദ്യം നമ്മൾ ശരിയാക്കി, എത്ര ചോദ്യം തെറ്റിച്ചു. അതുപോലെ നിങ്ങൾ നെഗറ്റീവ് മാർക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസവും പിറ്റേ ദിവസവും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസിന് വേണ്ടി എടുക്കുക. അല്ലാതെ പിറ്റേ ദിവസം അടുത്ത ചോദ്യ പേപ്പർ ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് നിങ്ങൾക്ക് എവിടെ നോക്കി, നിങ്ങൾക്ക് തെറ്റിയത് ഏതൊക്കെ പോർഷനിലാണ്, കുറച്ചും കൂടി നോക്കേണ്ടത് ഏത് പോർഷനിലാണ് എന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക. 2 ദിവസം ഇതിന് ടൈം എടുത്തതിന് ശേഷം 3ാമത്തെ ദിവസം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ 30 ചോദ്യപേപ്പറുകളാണ് ഈ ഒരു ബുക്കിൽ അടങ്ങിയിരിക്കുന്നത്. 30 ചോദ്യപേപ്പർ കഴിഞ്ഞിട്ടാണ് CA ഇന്ത്യ, CA കേരള, CA വേൾഡ് എന്ന് പറഞ്ഞിട്ട് 1500 ആനുകാലിക വിവരങ്ങളും ഈ ബുക്കിൽ അടങ്ങിയിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഈ ബുക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 330 രൂപയാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 80 രൂപ ഡിസ്കൗണ്ടിൽ 250 രൂപയ്ക്ക് ഈ ബുക്ക് കിട്ടാവുന്നതാണ്. ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ, നിങ്ങളുടെ നിലവാരം മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഒരു ചോയ്സ് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ദ ബെസ്റ്റ് പബ്ലിക്കേഷൻ്റെ ഈ റാങ്ക് ഹണ്ടർ LDC മീൻസ് മോഡൽ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ട് ഞാൻ ഇത്ര ഉറപ്പിച്ചു പറയുന്നു എന്ന് പറഞ്ഞാൽ, ഇവർ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു മോഡൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ ആവർത്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യപൂർവ്വം ഈ ബുക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വാങ്ങുക, നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്